നാമം നൽകാനിരുന്ന പേരാമ്പ്രപ്പള്ളി, പുണ്യവാന്റെ പള്ളി, പുണ്യാളച്ചന്റെ ദേവാലയം എന്നീ വിശേഷണ നാമങ്ങളിൽ അറിയപ്പെടുകയും വിശുദ്ധ അന്തോണീസിന്റെ പേരിൽ പ്രതിഷ്ഠിക്കപ്പെടുകയായിരുന്നു എന്നുമാണ് ഐതിഹ്യം. 8 ഇഞ്ച് ഉയരവും മരത്തിൽ കൊത്തിയെടുത്തതുമായ അത്ഭുത രൂപം മദ്ബഹയിലെ അതിപൂജ്യമായ കൂട്ടിൽ ഇന്നും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒറ്റത്തടിയിൽ തീർത്ത ക്രൂശിത രൂപവും വിശുദ്ധ അന്തോണീസിന്റെ അത്ഭുത സിദ്ധികളുള്ള തിരുസ്വരൂപവും പേരാമ്പ്രപ്പള്ളിയുടെ പഴക്കത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ആക്കവും തൂക്കവും കൂട്ടുന്നവയാണ്. ക്രിസ്തുവർഷം 1832 പേരാമ്പ്രപ്പള്ളി ഒരു സ്വതന്ത്ര ഇടവകയായി പ്രഖ്യാപിച്ചു. പേരാമ്പ്ര അമ്മപ്പള്ളിയിൽ നിന്ന് പിന്നീട് പല ഇടവക പള്ളികളും രൂപം കൊണ്ടിട്ടുണ്ട്. 1915 മുപ്ലിയം അസംഷൻ ദേവാലയം, 1923 മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയം, 1943 കനകമല സെന്റ് ആന്റണീസ് ദേവാലയം, 1962 മറ്റത്തൂർ നിത്യസഹായ മാതാ ദേവാലയം, 1970 കൊടകര സെന്റ് ജോസഫ് ദേവാലയം, 1974 തേശ്ശേരി സെന്റ് മേരീസ് ദേവാലയം, 1981 വല്ലപ്പാടി ദേവമാതാ ദേവാലയം. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും സൂര്യശോഭയിൽ തിളങ്ങുന്ന പേരും പെരുമയുമുള്ള പേരാമ്പ്ര വിശുദ്ധ അന്തോണീസിന്റെ ദേവാലയം.